ഉം. ഹലോ, ഓഡിബിളല്ലേ അല്ലേ? സൗണ്ട് കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. ചാറ്റ് ബോക്സിന് ഇഷ്യൂ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ലൈവിലുള്ളവർ ഒന്ന് ചാറ്റ് ബോക്സ് ഒന്ന് യൂസ് ചെയ്തത് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ. അപ്പോൾ നന്ദൊരു നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഒരു ബൈ സൈഡിലേക്ക് 15 മിനിറ്റ് ഒരു ബൈ സൈഡിലേക്ക് ഒരു ട്രേഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മേ ബി ഒരു US സെഷനിലായിരിക്കും ഒരു പക്ഷേ നമുക്ക് ആ ട്രേഡിങ്ങിൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. മാർക്കറ്റ് താഴേക്ക് ഫോളോ ആയിട്ട്, അതായത് ഈ ഒരു ഗ്രീൻ ഡിമാൻഡ് ഏരിയയിൽ വന്നിട്ടൊരു ഫുൾ ബാക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി പ്ലാൻ ചെയ്യാം കേട്ടോ. അതായത് ബോട്ടം സൈഡിലെ ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് മാർക്കറ്റ് അപ്വേർഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പൊസിഷൻ എടുക്കാവേ. ഇത്തരത്തിലൊരു പൊസിഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്ത് വെക്കാം. മോസ്റ്റ്ലി ഒരു US മാർക്കറ്റിൻ്റെ സെഷനിലായിരിക്കണം മിക്കവാറും ഈ മൂവ്മെൻറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതൊരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ സെറ്റപ്പാണ് കേട്ടോ. 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ സെറ്റപ്പാണ്. അങ്ങനെ ട്രേഡിംഗ് ഐഡിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തോണം എല്ലാവരും. വൺ മിനിറ്റിൽ ട്രേഡ് എടുക്കുന്ന 1 മിനിറ്റിൽ വേണമെങ്കിൽ ഒരു പുൾ ബാക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആക്ച്വലി ഒരു ചെറിയ പുൾ ബാക്ക് വന്നിട്ടുണ്ട് 1 മിനിറ്റിൽ. ഞാൻ അഡ്വൈസ് ചെയ്യില്ല, വേണമെങ്കിൽ ഒരു ചെറിയ ഡൗൺഫോൾ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നമുക്കൊരു കുഴപ്പമില്ലാത്തൊരു റിജക്ഷൻ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഈ ഒരു സോണിനെല്ലാം ലിക്വിഡിറ്റി ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു മൂവ്മെൻറ്റിൽ അതിൻ്റെ എല്ലാം ലിക്വിഡിറ്റി കളക്ട് ആയിട്ടുണ്ട്. ഇനി മുകളിലെ ഒരു പ്രീവിയസ് ലിക്വിഡിറ്റി സോണൂടെ കളക്ട് ചെയ്യുമെന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ല. മേ ബി അതുകൂടെ കളക്ട് ചെയ്തിട്ട് താഴേക്ക് ഒരു ഫാൾ വരികയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു ക്യാച്ച് പിടിക്കാം. ഒരു 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്കാൽപ്പ് ചെയ്യാം. ഓക്കെ, ചെറിയ ക്വാണ്ടിറ്റി മാത്രം ആയിട്ട് നോക്കുന്ന ട്രേഡ് ഈ ഒരു 15 മിനിറ്റിൻ്റെ എൻട്രി മാത്രമായിരിക്കും. 15 മിനിറ്റിലായിരിക്കും നമ്മുടെ മേജർ എൻട്രി വരുന്നത്. ഇനി അല്ല, ഒരു 1 മിനിറ്റിലൊക്കെ സ്കാൽപ്പ് ചെയ്യണമെന്നുള്ളവർക്ക് ഒരു ഡൗൺ സൈഡിലേക്ക് ഒരു പൊസിഷൻ പ്ലാൻ ചെയ്യാം. പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ഓക്കെ, ഒരു ചെറിയ ഡൗൺവേർഡ് വെക്കാം. ഓക്കെ, ഇപ്പോൾ കറണ്ട് പ്രൈസിൽ വേണമെങ്കിലും എൻട്രി എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. RSL പ്യുവർലി ആ ഒരു സ്വിംഗ് ഹൈഡ് ടോപ്പ് പോർഷനിൽ വെച്ചിരുന്നാൽ മാത്രം മതി. പ്രാക്ടീസ് ട്രേഡ് എടുത്താലും മതി കേട്ടോ. ഞാനിതിപ്പോൾ തൽക്കാലം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമുക്ക് ലൈവിലുള്ളവർക്ക് വേണ്ടി മാത്രം ഒരു ക്വിക്കായിട്ടൊരു ഫാൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഐഡിയ ഷെയർ ചെയ്ത് കേട്ടോ. ഇത് മേ ബി സക്സസ് ആവാം, അല്ലെങ്കിൽ ഫെയിൽ ആവാം. നമ്മുടെ മേജർ ട്രേഡ് വരുന്നത് 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ മാത്രമായിരിക്കും കേട്ടോ.
മേജർ ട്രേഡ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഗ്രാബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ബുള്ളിഷ് ട്രേഡ് പ്ലാൻ ചെയ്യാം. ട്രേഡ് മേ ബി പോസിബിളി 1:3 കൂടുതലൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മിനിമം ഒരു 1:2 വെക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി അച്ചീവ് ആവേണ്ടതാണ്, അച്ചീവ് ആവാം. ബട്ട് എൻട്രി പ്രൈസിൽ മാത്രമേ ഒരു കൺഫ്യൂഷൻ ഉള്ളൂ കേട്ടോ. എൻട്രി പ്രൈസ് ഈ സോണിൽ വെക്കണോ? കുഴപ്പമില്ല, സ്റ്റിൽ ഒരു 1:2 ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അതർ ഒരു $4,588 $4,588 അറൗണ്ട് ഒന്നെങ്കിൽ പ്രൈസ് ബൈ പ്രൈസ് ആയിട്ട് വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ തൊട്ട് ബോട്ടം 4,581 4,581 ബൈ കിട്ടുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ SL ചെറുതാവും. ഓക്കെ, ജസ്റ്റ് ഈ 1 മിനിറ്റിലെ ട്രേഡ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ലൈവിലൊക്കെ ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, മോസ്റ്റ്ലി ഈ ഒരു റീസെൻറ്റ് ഹൈ ലിക്വിഡേറ്റ് ചെയ്യുമെന്നുള്ളതിന് പോസിബിലിറ്റി കൂടുതലുണ്ട്. ഓക്കെ, ആ ഒരു ലെവൽ എടുക്കുമെന്ന് അറിയില്ല. നമുക്ക് ജസ്റ്റ് എന്തായാലും ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം, ജസ്റ്റ് ഒരു അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യാത്തത്. ഓക്കെ, ആ ഒരു റീസെൻറ്റ് സ്വിംഗ് ഹൈയിലേയും കൂടെ ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കുമോ താഴേക്ക് പോകുന്നത്, ഓർ എൽസ് മേ ബി മുകളിൽ പോയി ആ ഒരു ഗ്രീൻ സോണിൽ ടച്ച് ചെയ്തിട്ടാണോ വരുന്നതെന്ന് അറിയില്ല. ഓക്കെ, എന്തായാലും ഒരു വീക്ക്നെസ് വന്ന് US സെഷനിൽ മാർക്കറ്റ് ഡൗൺ ആവുകയെന്നുണ്ടെങ്കിൽ മാത്രം ഒരു എൻട്രി എടുത്താൽ മതി. ഓക്കെ, ഒന്ന് മോണിറ്റർ ചെയ്താൽ മതി. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ എൻട്രി ചെയ്യാം. ഓക്കെ, എൻട്രി ഓൾമോസ്റ്റ് ക്ലോസ് ടു SL എത്തിയിട്ടുണ്ട്. SL റീച്ച് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ടു SL റീച്ച് ചെയ്തിട്ടുണ്ട്. ഈ ട്രേഡ് ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്യാം കേട്ടോ. ഡൗൺ സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യാം. ക്ലോസ് ടു SL ഒന്ന് ടച്ച് ചെയ്തൊരു ചെറിയ റിവേഴ്സൽ വന്നിട്ടുണ്ട്. എന്തായാലും സക്സസ് ആവുമെന്നൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് പ്യൂർലി ഒരു 1 മിനിറ്റിൻ്റെ ഒരു സ്വിങ് കണ്ട് പറഞ്ഞ എൻട്രി ആണ്. പ്രത്യേകിച്ച് ഒരു തൊട്ട് മുന്നേ ഉള്ള ഒരു 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു മേജർ സ്വിങ് ആയിട്ട് എടുക്കില്ല. ഇതെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം സൈഡിലേക്ക്.
ഓക്കെ, ഓൾമോസ്റ്റ് എസ് എൽ ഹിറ്റായിട്ട് താഴേക്ക് വരുന്നുണ്ട്. ട്രേഡ് എന്തായാലും എടുത്തിട്ടില്ല. എന്തായാലും വാച്ച് ചെയ്ത് നോക്കാം കേട്ടോ. ജസ്റ്റ് മോട്ടർ ചെയ്യുന്നേ ഉള്ളൂ, ട്രേഡ് ഒന്നും എക്സിക്യൂട്ട് ചെയ്തിട്ടില്ലേ. പ്യുവർലി പ്രൈസ് ആക്ഷൻ വെച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഈ ട്രേഡ്. അപ്പോൾ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എസ് എം സി കൺസെപ്റ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പ്യുവർലി പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് പറഞ്ഞ ഒരു ലെവൽസ് ആണ്. ജസ്റ്റ് വർക്ക് ചെയ്യാൻ നോക്കാം നമുക്ക്. ഓക്കെ, ലൈവ് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളുകൾക്ക് വേണ്ടി പറയുകയാണ്, ഈ ട്രേഡ് നമ്മൾ ജസ്റ്റ് ഒരു പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത ട്രേഡാണ്. അത് ഓൾമോസ്റ്റ് നമ്മൾ എടുക്കുന്നില്ല. നമ്മുടെ എസ് എൽ ടച്ച് ചെയ്തിട്ട് താഴേക്ക് പതുക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണിത്. ഒരു പ്രൈസ് ആക്ഷനിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട്. പ്രൈസ് ആക്ഷൻ ഒന്നുമില്ല, തൊട്ട് മുന്നേ മേക്ക് ചെയ്ത കുറേ സ്വിംഗ് ഹൈയുടെയൊക്കെ ലിക്വിഡിറ്റി ഇവിടെ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ട്. കളക്ട് ചെയ്ത് നെക്സ്റ്റ് ഒരു സ്വിംഗ് ഹൈയുടെ കൂടെയൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് അത് ബ്രേക്ക് ആയിട്ടുള്ള ഓൾമോസ്റ്റ് സെയിം ലെവലിൽ ടച്ച് ചെയ്തിട്ട് അടുത്തൊരു ഡൗൺഫാൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു
റിട്രേസ്മെൻറ്റിൽ വേണമെങ്കിൽ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഒരു ഫോൾ എക്സ്പെക്ട് ചെയ്യാം. മിനിമം ഒരു 1:2 ഇല്ലെങ്കിലൊക്കെ 1:2 റിസ്ക് റിവാർഡ് മിനിമം കിട്ടുന്ന രീതിയിൽ ഒരു ട്രേഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഈ ഒരു 1 മിനിറ്റ് ട്രേഡിൻ്റെ പ്ലാൻ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു വൺ മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു സ്കാൽപ്പിംഗ് ട്രേഡ് ഒരു ഷോർട്ട് ടൈം ട്രേഡ്, ഷോർട്ട് ടൈം ടൈം പീരീഡിലേക്കുള്ളൊരു എൻട്രി ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ഒരു ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു എൻട്രി എടുത്ത് SL ഈ ഹൈ പോയിന്റിൽ തന്നെ വെച്ചിട്ട് താഴേക്കൊരു ഡൗൺ സൈഡ് ട്രേഡ് എടുക്കാം. ഓക്കെ, വെർച്വൽ ട്രേഡ് എടുക്കുന്നവർക്ക് വേണമെങ്കിൽ വെർച്വൽ ട്രേഡ് എടുക്കാം. പിന്നെ നമ്മുടെ മേജർ ട്രേഡ് വരുന്നതെന്ന് ഇവിടെ പറഞ്ഞുതരാം. മേജർ ട്രേഡ് 15 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് നമ്മൾ മേജർ ട്രേഡ് എടുക്കുന്നത്. മോസ്റ്റ്ലി ഈവനിങ് നൈറ്റിൽ ഒരു US സെഷൻ ടൈമിലായിരിക്കാം ആ ട്രേഡ് ആക്ടിവേറ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ഈ ബോട്ടം സൈഡിലെ ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് പുഷ് ചെയ്യാം. നമുക്ക് ഈ ഒരു ലോ ഒക്കെ SL വെച്ചുകൊണ്ട് ഒരു പ്യൂർലി ഒരു 1:2 മിനിമം ഒരു 1:2 റിസ്ക് റിവാർഡ് കിട്ടുന്ന രീതിയിൽ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് പ്ലാൻ ചെയ്യാം കേട്ടോ. പുതിയതായിട്ട് ജോയിൻ ചെയ്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മളിത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ട്രേഡിംഗ് ഐഡിയ സെറ്റപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മേജർ ട്രേഡ് നമുക്ക് 15 മിനിറ്റിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ആ ബോട്ടം സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തൊരു ഫുൾ ബാക്ക് മുകളിലോട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1:2 റിസ്ക് റിവാർഡിൽ ട്രേഡ് എടുക്കാം. ഓക്കെ, കറക്റ്റായിട്ട് എൻട്രി പ്ലാന് മീൻസ് എൻട്രി പ്രൈസ് അതുപോലെ SLയിൽ ബോട്ടം മിനിമം വെക്കേണ്ടി വരും. എൻട്രി പ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എൻട്രി പ്രൈസിൽ എടുക്കാം. ഓക്കെ, നമുക്കൊരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ജസ്റ്റ് ഒരു പുൾ ബാക്ക് വന്നാൽ മാത്രം മതി. ആ പുൾ ബാക്കിൽ എൻട്രി എടുത്തോളൂ. എൻട്രി പ്രൈസ് ഞാൻ പറയുന്നില്ല. ടാർഗറ്റ് മിനിമം ഒരു 1:2 കിട്ടുന്ന രീതിയിൽ. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പോലെ വരച്ച് കാണിക്കാം. നമ്മുടെ ലോങ് പൊസിഷൻ ടൂൾ വെച്ച് എക്സാമ്പിൾ പോലെ വരച്ച് കാണിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എൻട്രി കിട്ടുന്ന കുറച്ചുകൂടെ താഴെ നിന്ന് എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോണിൽ നിന്നൊക്കെ എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അല്ല ഇനി റീട്രേസ്മെൻറ്റിലാണ് എൻട്രി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് പോയിന്റിൽ നിന്നും എൻട്രി എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഓക്കെ, മിനിമം ഒരു 1:2 കിട്ടുന്ന രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മേജർ എൻട്രി വരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് പറയുന്നില്ല. ഓക്കെ, ഇതൊരു നിങ്ങൾക്ക് വേണ്ടി തന്ന ട്രേഡാണ്. അതായത് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് SL ടാർഗറ്റ് അതുപോലെ എൻട്രി ഒക്കെ പ്ലാൻ ചെയ്ത് സ്വന്തമായിട്ടുള്ള ഡിസിഷനിൽ ഒരു ട്രേഡ് മാക്സിമം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മുടെ ഡെമോ ട്രേഡ് ആയാലും കുഴപ്പമില്ല. റിയൽ ട്രേഡ് കോൺഫിഡൻസ് ആയവർ മാത്രം എടുത്താൽ മതി. ട്രേഡ് ചെയ്ത് കോൺഫിഡൻസ് ആയവർ മാത്രം എടുത്താൽ മതി. ഓക്കെ, ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യാവേ. മോസ്റ്റ്ലി ഈ ട്രേഡ് നമുക്കൊരു ഈവനിങ് സെഷൻ ആഫ്റ്റർ ഒരു 7 or 8 ഒക്കെ ആകുമ്പോഴായിരിക്കും ഒരു പക്ഷേ ട്രേഡ് ആവുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് എന്തായാലും ഒന്ന് പേഷ്യൻസോടെ നിങ്ങൾ ട്രേഡ് ആക്ടിവേറ്റ് ആവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, കണ്ടീഷൻസ് ഉണ്ട്. ഈ മാർക്കറ്റ് താഴ്ന്ന ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്താൽ മാത്രം ബുള്ളിഷ് ട്രേഡ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ജസ്റ്റ് കറൻറ്റ്ലി ഒരു 1 മിനിറ്റിൻ്റെ ട്രേഡിംഗ് സെറ്റപ്പ് ഒന്ന് വാച്ച് ചെയ്യാം. ഇതെങ്ങനെ വർക്കാവുന്നുണ്ടോ. സിമ്പിൾ പ്രൈസ് ആക്ഷൻ വെച്ചിട്ടുള്ള പാറ്റേൺ. ഓക്കെ, അപ്പോൾ ഇത് വർക്കാവുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് ലൈവായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാം. ട്രേഡൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് വേണ്ടി മാത്രമാണ്. ഓക്കെ.
നമ്മുടെ ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മോണിറ്റർ ചെയ്യാം നമുക്ക്. ഓക്കെ, ട്രേഡ് എങ്ങനെ എൻഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊന്ന് ജസ്റ്റ് വാച്ച് ചെയ്യാം. ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടില്ല. അപ്പോൾ മേ ബി ടാർഗറ്റ് അടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും മുകളിലേക്ക് കയറിപ്പോയി ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് ഒരുപക്ഷെ ടോപ്പിൽ പോയിട്ടായിരിക്കും ഒരുപക്ഷെ താഴേക്ക് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വിഷയമല്ല. എന്തെങ്കിലും ട്രേഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, വർക്കൗട്ട് ആവുമെന്നറിയാം നമുക്ക്. ഓക്കെ, ടാർഗറ്റിലേക്ക് എത്തുമെന്നുള്ളത് നോക്കാം. ഒരു മിനിമം ടാർഗറ്റ് ആണ് പറയുന്നത് 1:2. പോസിബിലി അതിൽ കൂടുതലും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം നമുക്ക് ഒരു മേജർ എൻട്രി കിടക്കുന്നത് ഡൗൺ സൈഡിലാണ്. നേരത്തെ പറഞ്ഞൊരു 15 മിനിറ്റിൻ്റെ എൻട്രി കിടക്കുന്നത് നല്ല ബോട്ടം സൈഡിലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവൽ വരെയൊക്കെ ഇപ്പോൾ ഉള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ട്രയൽ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കൊരു 1:2 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹാപ്പിയാണ്. നമ്മുടെ ആ ഒരു ട്രേഡ് സെറ്റപ്പ് വർക്കൗട്ടായി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഓക്കെ,
മാർക്കറ്റ് ചെറിയ രീതിയിൽ ഇറങ്ങി തുടങ്ങുന്നുണ്ട്. എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. താഴേക്ക് ഫർദർ ഫോളോ ആകുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ട്രേഡ് സക്സസ്ഫുൾ ആവും. പിന്നീട് പറഞ്ഞ പോലെ ഈവനിങ്ങിൽ, അതായത് ഒരു ആഫ്റ്റർ 7 അല്ലെങ്കിൽ 8 ആയിരിക്കും ഒരു പക്ഷേ താഴെ വരുന്നത്. ഓക്കെ, ഒരു മോസ്റ്റ്ലി US മാർക്കറ്റിൻ്റെ ടൈമിങ്ങിൽ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു ട്രേഡ് പുഷ് ചെയ്യാം. ബോട്ടം സൈഡിൽ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് മൊമെൻ്റ് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, മേ ബി ഇനി നെക്സ്റ്റ് ഓൾ ടൈം ഹൈ വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗ്ലോബൽ ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബുള്ളിഷ് ആവാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട്. നല്ല ലിക്വിഡിറ്റി ആയിട്ട് എന്തായാലും ആക്ട് ചെയ്യും താഴേക്ക് വരുന്ന ടൈമിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു 1 മിനിറ്റ് സ്കാൽപ്പ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ചെറിയ കൺസൾട്ടേഷൻ നടക്കുന്നുണ്ട്. കണ്ടിട്ട് നല്ല വീക്കാണ്. ഗ്രീൻ ക്യാൻഡിലെല്ലാം അത്യാവശ്യം വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. നല്ല വിക്കുള്ള ക്യാൻഡിൽസ് ഫോമായി വരുന്നുണ്ട്. എന്തായാലും തന്നെ വരാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം.
അയാൾ നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് എൻഡ് ചെയ്യണേ. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് മൺഡേ ലൈവിലിരിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ട്രേഡ് അപ്ഡേറ്റ് ചെയ്യാൻ കേട്ടോ. നമ്മുടെ ആ ഒരു 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ട്രേഡ് പറഞ്ഞതും പിന്നെ ഈ ഒരു 1 മിനിറ്റിൽ നമ്മൾ ജസ്റ്റ് വാച്ച് ചെയ്യാൻ വേണ്ടി എടുത്ത ഈ ട്രേഡും അപ്ഡേറ്റ് ഗ്രൂപ്പിൽ ചെയ്യാവേ. ഓക്കെ, അപ്പോൾ ലൈവ് എൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മുടെ ലൈവിൽ പുതിയതായിട്ട് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കണം ഗ്രൂപ്പിൽ. ഓക്കെ, ഇപ്പോൾ സ്ട്രീം എൻഡ് ചെയ്യണേ.